ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. WWE വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് പേപ്പർ വ്യൂകൾ ആരാധകർക്ക് വേണ്ടി നടത്താറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഈ ഒരു പേപ്പർ വ്യൂവിനും വേണ്ടിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൈ ഫേവറേറ്റ് ഓൾസോ റോയൽ റംബിൾ എല്ലാ വർഷവും എല്ലാ വർഷവും വർഷം ആദ്യം ജനുവരി മാസം WWE നടത്തുന്ന ഒരു പേപ്പർ വ്യൂ ആണ് റോയൽ റംബിൾ എന്നത്. അതായത് മെൻസ് റോയൽ റംബിളുണ്ട്, വുമൻസ് റോയൽ റംബിളുണ്ട്. പക്ഷേ മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത് മെൻസ് റോയൽ റംബിളാണ്. മെൻസ് റോയൽ റംബിളിൽ 30 പേരെ എലിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെയധികം കാണുവാനായിട്ട് വളരെയധികം എൻ്റർടൈൻമെൻറ്റും വളരെയധികം ത്രില്ലിങ്ങും നിറഞ്ഞ അടിപൊളി റൊമാൻറ്റിഫിക്കേഷനും ഗൂംസോംസ് ഒക്കെ നൽകുന്ന മത്സരങ്ങളാണ്. ഈ വർഷം നടക്കുന്നത് 38ാമത്തെ ഈവൻ്റാണ്, അല്ലെങ്കിൽ 38ാമത്തെ റോയൽ റംബിളാണ് ഈ വർഷം നടക്കുന്നത്. ഇൻഡിയാനാപോളിസിലാണ് മത്സരം നടക്കുന്നത്, അമേരിക്കയിലെ. ഇന്ത്യൻ സമയം ഫെബ്രുവരി 2 രാവിലെ 4:30 മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 6:30 ഇന്ത്യൻ സമയം മത്സരങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. റോയൽ റംബിളിനെ കുറിച്ച് നോക്കുമ്പോൾ 38ാമത്തെ റോയൽ റംബിളാണ്. അതോടൊപ്പം കഴിഞ്ഞ കാല റോയൽ റംബിളുകളെ കുറിച്ച് നോക്കുമ്പോൾ മൈ ഫേവറേറ്റ് എന്ന് പറയുന്ന 2008 ആ ഒരു റോയൽ റംബിളാണെന്ന് പറയാം. 2008 റോയൽ റംബിൾ, അതോടൊപ്പം 2020 റോയൽ റംബിളും. അതാണ് 2 റോയൽ റംബിളുകളാണ് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നത്. വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നൽകിയ റോയൽ റംബിൾസ് ആയിരുന്നു രണ്ടും എന്ന് പറയാം. കാരണം 2008 സർപ്രൈസ് ആയിക്കൊണ്ട് ജോൺസിനയുടെ അവർ റിട്ടേൺ ട്രിപ്പിൾ എച്ചൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ 30ാമത്തെ ആളായിട്ട് ജോൺസിനെ വരുന്നത് ആ ഒരു വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത് ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. അതിനുശേഷം 2020 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് നടന്ന റോയൽ റംബിൾ ഹോൾ ഓഫ് ഫെയിമർ എഡ്ജിൻ്റെ റിട്ടേൺസ്, അതും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഒരു നോർമൽ റോയൽ റംബിളായിട്ട് പോയ ഒരു റോയൽ റംബിളിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് എഡ്ജിൻ്റെ ആ ഒരു റിട്ടേൺ ആയിരുന്നു. പിന്നെ വേറെ ലെവലായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ. ഡ്രൂ മാക്കേണ്ടർ വിജയിച്ചെങ്കിലും പക്ഷേ എഡ്ജിൻ്റെ ആ ഒരു റിട്ടേണും കാര്യങ്ങളും ആരാധകർ ഒരിക്കലും മറക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2025 വരുമ്പോൾ പ്രധാനമായിട്ട് 4 പേരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പ്രഡിഷൻ എന്ന് പറയുന്നത്. CM പങ്ക്, ജോൺ സീന, സെത്ത് റോളൻസ്, റോമൻ റെയിൻസ്, ഇങ്ങനെ 4 പേരുടെ പേരുകളാണ് പ്രധാനമായും കേൾക്കുന്നത്. പ്രധാനമായും 2 പേരുടെ പേരുകളാണ് പ്രധാനമായും കേൾക്കുന്നത്. CM പങ്ക് അല്ലെങ്കിൽ ജോൺ സീന എന്നാണ് കേൾക്കുന്നത്. അറിയില്ല എത്രത്തോളം ഇതിലാര് വിജയിക്കുമെന്നറിയില്ല. എത്രത്തോളം അവസാനം 2 വരുന്നത് CM പങ്കും ജോൺ സീനയാണെന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട്. സത്യമാവണമെന്നില്ല. ഇങ്ങനെ റൂമറുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടു അവസാനം 2 പേരായിട്ട് വരുന്നതെന്ന്. ഏതായാലും ജോൺ സീനയുടെ അവസാന ഫെയർവെൽ ടൂറിലാണ് അദ്ദേഹം. ഈ വർഷം ഫുൾ അദ്ദേഹം WWE ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന റോയൽ റംബിളാണിത്. അതുകൊണ്ട് തന്നെ WWE അദ്ദേഹത്തെ വിജയിപ്പിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. വിജയിപ്പിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന നല്ലൊരു ഫെയർവെൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം CM പങ്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് CM പങ്കാണോ ഇനി വിജയിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. WWE തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിനാണോ ഇനി അറിയില്ല. സ്റ്റോറി ലൈൻ പ്രകാരം ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് വലിയ ഉറപ്പില്ല. കാരണം ഈ ഒരു റോയൽ റംബിളിൽ മാത്രം നമ്മളെ WWE സർപ്രൈസ് കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. കഴിഞ്ഞ റോയൽ റംബിളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു കോഡി റോഡ്സ് വിജയിക്കുമെന്ന്. പക്ഷേ ഈ റോയൽ റംബിളിലൊക്കെ ആരാണ് വിജയിക്കുക എന്ന കാര്യം വിജയിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ജോൺസിനെ കുറിച്ച് നോക്കുമ്പോൾ 2 റോയൽ റംബിൾ വിൻ ചെയ്തിട്ടുണ്ട്. CM പങ്ക് ഇതുവരെ ഒന്നും വിൻ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CM പങ്ക് വിൻ ചെയ്തിട്ടില്ല. റോമൻ റെയിൻസ് വിൻ ചെയ്തിട്ടുണ്ട്. സെത്ത് റോളൻസ് വിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി റോയൽ റംബിൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മെൻസ് റോയൽ റംബിളാണ്, എല്ലാവരും കാത്തിരിക്കുക. വളരെ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ മത്സരങ്ങളായിരിക്കും. അതോടൊപ്പം മറ്റ് പല റോയൽ റംബിളുകളും ഫേവറേറ്റ് മൂവ്മെൻറ്റുകൾ നോക്കുമ്പോൾ 2017 അണ്ടർടേക്കറും ഗോൾഡ് വർക്കും ബ്രോക്ക് ലെൻസറും കൂടിയുള്ള ആ മൂവ്മെൻറ്റ് അടിപൊളിയായിരുന്നു. അതോടൊപ്പം 2005 പട്ടിസ്റ്റ സീന ഫിനിഷിങ്ങും അടിപൊളിയായിരുന്നു. അങ്ങനെ നിരവധി. അവസാനം 2007 അണ്ടർടേക്കർ ഷോൺ മൈക്കിൾ ഫിനിഷിങ്ങും വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ നിരവധി മെമ്മറബിൾ റോയൽ റംബിൾസ് ഉണ്ടെങ്കിലും എന്നും മനസ്സിൽ നിൽക്കുന്നത് 2008 2020 ജോൺ സീനയുടെയും എഡ്ജിൻ്റെയും ആ ഒരു റിട്ടേൺസ് ആണെന്ന് പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.